Hello everyone. അപ്പോൾ നമ്മുടെ വെക്കേഷൻ ടൈമാണ്. അപ്പോൾ എൻ്റെ മക്കളെല്ലാവരും വളരെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് മിസ് എക്സ്പെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ മെയിനായിട്ട് നമ്മുടെ LP വിഭാഗത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ന്യൂസ് നോക്കിക്കഴിഞ്ഞാലും നമ്മളെല്ലാവരെയും വിഷമിപ്പിക്കുന്ന കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. കുഞ്ഞു കുട്ടികൾ വരെ ഡ്രഗ്സിൽ അഡിക്റ്റഡ് ആവുന്നു. പിന്നെ അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ അവർക്ക് കൃത്യസമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവർ മോശപ്പെട്ട വഴിയിലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെ അവർ മോശപ്പെട്ട വഴി ചൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പോൾ കുട്ടികളിങ്ങനെ മോശപ്പെട്ട വഴി ചൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. അവരെന്തെങ്കിലും ഒരു ടാസ്ക് കൊടുത്തിട്ട് അവരെ എൻഗേജ് ചെയ്യാം. അപ്പോൾ ഈ ഒരു LP ക്ലാസ്സിൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കളറിങ്. അപ്പോൾ കളർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുട്ടി കുട്ടി ബുക്സ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ കളർ ചെയ്യാനുള്ള ബുക്സും കാര്യങ്ങളൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ അവർ നല്ല വൃത്തിയിൽ കളർ ചെയ്ത് കഴിഞ്ഞാൽ അവരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക, അവരെ നന്നായിട്ട് എൻകറേജ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു കുട്ടി കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ കുഞ്ഞു കാര്യം ചെയ്ത് അവർ സക്സസ്ഫുള്ളി അത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രിസിയേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവരിങ്ങനെ ഫുള്ള് പുറത്തൊന്നും പോവാതെ നല്ല വൃത്തിയായിട്ട് കളർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരെ നന്നായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം. അതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. നെക്സ്റ്റ്, ചില കുട്ടികൾക്ക് ക്രാഫ്റ്റ് മേക്കിങ്ങിനൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും. അപ്പോൾ പേപ്പേഴ്സ് അല്ലെങ്കിൽ ക്ലേ ഒക്കെ ഉപയോഗിച്ച് പല രൂപങ്ങളൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള കളർ പേപ്പേഴ്സ്, ക്ലേ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ അവരങ്ങനെ നല്ല ഭംഗിയുള്ള രൂപങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതും അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും കുട്ടികളെ നിർബന്ധിച്ച് ആ ഒരു ടാസ്ക് ചെയ്യിപ്പിക്കരുത്. ഇപ്പോൾ കളറിങ് ഇഷ്ടമില്ലാത്ത കുറേ കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ അവരോട് നിർബന്ധമായിട്ട് നീ കളർ ചെയ്തേ തീരൂ അങ്ങനെ പറയരുത്. അപ്പോൾ അവരെ ഇഷ്ടത്തോടെ എന്ത് ചെയ്യണം, ആ ഒരു ടാസ്കിലോട്ട് എൻഗേജ് ചെയ്യിപ്പിക്കാം. അപ്പോൾ ക്രാഫ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നെക്സ്റ്റ് ആണ്, ചില കുട്ടികൾക്ക് നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ അറിയുള്ള കുട്ടികളുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്രോയിങ്. അപ്പോൾ ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അവരെ കുട്ടി കോഴ്സിലോട്ട് ചേർക്കുകയും ഇനി കോഴ്സിലോട്ട് ചേരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനെറ്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ എങ്ങനെ പാട്ട് പാടണം, എങ്ങനെയാണ് വരയ്ക്കേണ്ടത്, ഡ്രോയിങ്ങിന് എന്തൊക്കെയാണ് ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ വായിക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആപ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ ഇൻ്റർനെറ്റിലൂടെ അവൈലബിൾ ആണ്. അപ്പോൾ അതിലൂടെയും കുട്ടികളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ്, ഈ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് റീഡിങ് ഹാബിറ്റ് അവരുടെ കൂട്ടം. അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള ചില സ്റ്റോറി ടെല്ലിംഗ് ബുക്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മളൊരു ബുക്സ് കൊണ്ടുപോയിട്ട് ഒരു കുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അവർക്ക് ആ ഒരു ബുക്ക് വായിക്കാൻ ഒരിക്കലും താല്പര്യം ഉണ്ടായിരിക്കില്ല. കാരണം എക്സാം ഒക്കെ കഴിഞ്ഞ് അവർ കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ താല്പര്യമുള്ള ഒരു സമയമാണിത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളൊരു ബുക്ക് കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ അവരൊരിക്കലും അത് വായിക്കാനൊന്നും പോകുന്നില്ല. അപ്പോൾ അത് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആ ബുക്സിലുള്ള കഥകൾ പാരൻസ് നല്ല രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു രാജാവിൻ്റെയും അല്ലെങ്കിൽ ഒരു രാജ്ഞിയുടെ കഥയൊക്കെ ആണെങ്കിൽ അത് കുറച്ചും കൂടി നല്ല ഭംഗിയായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കുട്ടികളത് നന്നായിട്ട് കേട്ടിരിക്കാൻ താല്പര്യപ്പെടും. അങ്ങനെ കേട്ടിരിക്കുന്നതിലൂടെ അവർക്കും അതുപോലെ ഒന്ന് കഥ പറഞ്ഞു കഴിഞ്ഞാൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ പാരൻസ് കുട്ടികളെ കഥ പറയാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്നതിലൂടെ അവരുടെ റീഡിങ് ഹാബിറ്റ് അവർക്ക് കൂട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിലോട്ട് കുട്ടികളെ എൻഗേജ് ചെയ്താൽ തന്നെ അവർ വേണ്ടാത്ത കാര്യങ്ങൾ തിങ്ക് ചെയ്യാനും പോകുന്നില്ല, വേണ്ടാത്ത റൂട്ടിലോട്ട് അവർ പോകുന്നില്ല. അപ്പോൾ ഈ ഒരു LP ക്ലാസ്സിൽ അവർക്ക് മെയിനായിട്ട് വേണ്ടത് നല്ലൊരു പാരൻറ്റിങ് ആണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യുക. അവർ ചെറിയ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അവരൊന്നും കൂടി എൻകറേജ് ചെയ്യുക, അവരൊന്നും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. സോ ടൈം, ലവ് ആൻഡ് സപ്പോർട്ട്, ഹെൽപ്പ് യുവർ ചൈൽഡ് ഗ്രോ ഇൻ കോൺഫിഡൻസ് ആൻഡ് ജോയ്. അപ്പോൾ നമ്മൾ എത്രത്തോളം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ അവർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നു അതിനനുസരിച്ച് അവരിൽ നല്ല നല്ല ശീലങ്ങൾ ഉണ്ടായിരിക്കും. അവർ നല്ല കുട്ടികളായിട്ട് എന്തായാലും വളരും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ലവ് യു ഓൾ, ടാറ്റാ, ബൈ ബൈ.